ഹായ്, ഷെഫ് സീക്രട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഷെഫ് സീക്രട്ടിൽ മീൻ കൊണ്ട് തയ്യാറാക്കിയ രുചികരമായ ഒരു വെറൈറ്റി ഡിഷാണ് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഫിഷ് മുരിങ്ങ മാങ്ങ. ഇതിനായി നമ്മളിവിടെ 200 ഗ്രാം നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ മറ്റ് ഇൻഗ്രീഡിയൻസുകൾ എന്തൊക്കെയാണെന്ന് പരിചയപ്പെടാം. വെളിച്ചെണ്ണ 150 ഗ്രാം, ചെറിയ ഉള്ളി 5 സ്പൂൺ, ഇഞ്ചി അരിഞ്ഞത് 1 സ്പൂൺ, വെളുത്തുള്ളി 1 സ്പൂൺ, പച്ചമുളക് 6 എണ്ണം, തക്കാളി അരിഞ്ഞത് അരമുറി, ഉപ്പ് ആവശ്യത്തിന്, വറ്റൽമുളക് ആവശ്യത്തിന്, കറിവേപ്പില ആവശ്യത്തിന്, മുരിങ്ങക്ക ആവശ്യത്തിന്, കടുക് ആവശ്യത്തിന്, ഉലുവ 1/2 സ്പൂൺ, മഞ്ഞൾപ്പൊടി 2 സ്പൂൺ, മുളക് പൊടി 2 സ്പൂൺ, മാങ്ങ 1 എണ്ണം, ഒരു തേങ്ങയുടെ 1/4 പാലും 2/2 പാലും. നമുക്കിനി ഇത് തയ്യാറാക്കുന്ന വിധത്തിലേക്ക് കിടക്കാം. ആദ്യം അടുപ്പിൽ ഒരു ചീനിച്ചട്ടി വെച്ച് അത് ചൂടായി വരുമ്പോൾ 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിലേക്ക് 1/2 സ്പൂൺ ഉലുവ ഇടുക. ഉലുവ നന്നായി ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 1 സ്പൂൺ വെളുത്തുള്ളി, 1 സ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 4 പച്ചമുളക് അരിഞ്ഞത്, 2 സ്പൂൺ ചെറിയ ഉള്ളിയും ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് വീണ്ടും ഒന്ന് ഇളക്കുക. ഇനി ഇതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മുളക് പൊടിയും ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് അതിലേക്ക് തേങ്ങയുടെ 2/2 പാല്, ആവശ്യത്തിന് മുരിങ്ങക്കായും ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. ഗ്രേവി ചെറുതായി ഒന്ന് തിളച്ചു വരുമ്പോൾ ഇതിലേക്ക് 200 ഗ്രാം നെയ്മീനിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കുക. ഇനി ഗ്രേവി ഒന്ന് തിളച്ചു വരാൻ വേണ്ടിയിട്ട് ഒരു മൂടി കൊണ്ട് അടച്ചു വെക്കണം. ഗ്രേവി തിള വരുമ്പോൾ ഇതിലേക്ക് ഒരു മാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കിയതും ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഒരു മൂടി കൊണ്ട് വീണ്ടും അടച്ചു വെക്കുക. അതിനുശേഷം അതിലേക്ക് തേങ്ങയുടെ 1/4 പാൽ കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി കറി അടുപ്പിൽ നിന്ന് മാറ്റി വെക്കുക. ഒരു ചെറിയ ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കുക. അതിലേക്ക് 100 ഗ്രാം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ആവശ്യത്തിന് കടുക്, 3 സ്പൂൺ ചെറിയ ഉള്ളിയിട്ട് നന്നായി ഒന്ന് ഇളക്കുക. ഇതിലേക്ക് ആവശ്യത്തിന് വറ്റൽമുളകും കറിവേപ്പിലയും 2 പച്ചമുളകും, അരമുറി തക്കാളി, 1 നുള്ള് മഞ്ഞൾപ്പൊടി, 1 നുള്ള് മുളക് പൊടിയും ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഈ കൂട്ട് കറിയിലേക്കിട്ട് ഇളക്കി കൊടുക്കുക. ഇതോടെ നമ്മുടെ ഫിഷ് മുരിങ്ങ മാങ്ങ റെഡി. പേര് പോലെ തന്നെ രുചിയിലും വളരെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷാണ് ഫിഷ് മുരിങ്ങ മാങ്ങ. ഈ വിഭവം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യണം. ഒപ്പം ഇതുപോലത്തെ രുചികരവും വ്യത്യസ്തവുമായ വിഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കില്ലല്ലോ.